ഹായ് ഗൈസ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് ദി പേ സ്കെയിൽ ഓഫ് ദി ഡോക്ടേഴ്സ് ഇൻ ഡെന്റിസ്റ്റ്, ഒരു മെഡിക്കൽ ഫീൽഡ് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ഒരു ഫെല്ലോ ഡോക്ടർ ആയിട്ടുള്ള അഫ്രീന ഈ ഒരു സിനാരിയോയിലുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കുറച്ച് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം. ഓക്കെ, അപ്പം അതിന് താഴെയുള്ള ഒരു കമന്റിന് ഐ ആക്ച്വലി റെസ്പോണ്ട് ടു എ കമന്റ്. ഓക്കെ, അപ്പം ആ കമന്റ് എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ദി വേ ഹീസ് ട്രീറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട്, ഓക്കെ, അത് എനിക്ക് തീരെ ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. സോ ഐ റെസ്പോണ്ടഡ്. ബട്ട് ദി വേ, അതായത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ്, ലൈക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കമന്റ്സ് താഴെ ലൈക്ക് ഐ ഹാപ്പൻ ടു സീ. ആൻഡ് ഐ തോട്ട് ഐ മസ്റ്റ് ഡു എ വീഡിയോ. ബിക്കോസ് ഒന്നിനു വേണ്ടിയിട്ടല്ല, ആരെയും വലുതാക്കി കാണിക്കാനോ ചെറുതാക്കി കാണിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഓക്കെ, നമ്മുടെ സൈഡ് ക്ലിയർ ആയാൽ നമുക്കേ പറ്റുള്ളൂ. ഓക്കെ, സോ ദി ഫസ്റ്റ് തിങ് ഈസ്, ഇപ്പം ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണാം. ഓക്കെ, ഒരു നോർമൽ സിറ്റിസൺ. ഐ എം നോട്ട് ബീങ് എ ഡോക്ടർ. ഓക്കെ, ഞാനിപ്പം എൻ്റെ ഫാമിലിയോ എൻ്റെ റിലേറ്റീവിനോ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ പാരൻസിനോ ബ്രദറിനോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഞാൻ അവരെ സേവ് ചെയ്ത ഡോക്ടർ അല്ലെങ്കിൽ അവരുടെ പെയിൻ റിലീഫ് ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ അല്ലെങ്കിൽ ആരാണെങ്കിലും, ഓക്കെ, ഐ വിൽ ബി വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ദം. അല്ല, ഞാൻ മാത്രം, നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം, ഓക്കെ, ആ ഒരു സെയിം ടൈമിൽ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്ലംബേഴ്സ് ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, ഓക്കെ, ടാലി ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, എല്ലാവരും. ഓക്കെ, അവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി താങ്ക്ഫുൾ ടു ദം ഓൾസോ. ഓക്കെ, ബട്ട് ബോത്ത് ഓഫ് ദ ഗ്രേറ്റ്ഫുൾനെസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇത് നമ്മളൊരു ഡോക്ടറിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയും അവരോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. ഓക്കെ, ഞാൻ ഇപ്പം എൻ്റെ പേഴ്സണലി സാധനം എന്താണെന്ന് വെച്ചാൽ ഐ വിൽ ബി മോർ ഗ്രേറ്റ്ഫുൾ. ഓക്കെ, മറ്റേ പ്രൊഫഷനോട് എനിക്ക് റെസ്പെക്ട് ഇല്ല എന്നല്ല, ഐ വിൽ ബി താങ്ക്ഫുൾ ടു ദം ഓൾസോ, ബട്ട് ഐ വിൽ ബി മോർ ഗ്രേറ്റ്ഫുൾ ടു ദി ഡോക്ടേഴ്സ് ബിക്കോസ് ദേ സേവ് മൈ ഡിയർ വൺസ്. അതാണ് ഇവിടെ വരുന്ന മെയിൻ ഫസ്റ്റത്തെ കാര്യത്തിലുള്ള ഡിഫറൻസ്. ഓക്കെ, ദി സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ പൈസ നല്ല വാങ്ങിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നല്ല പൈസ വാങ്ങിച്ചിട്ടും പൈസ നമ്മുടെ അടുത്തൊന്ന് വാങ്ങിയിട്ടുമല്ലേ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ റെസ്പെക്റ്റിന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്ട് തന്നതിലും കാര്യമുണ്ട്. എനിക്കിപ്പോൾ അതിന്റെ ബാക്കിയുള്ള ബേസിക് ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും ബാക്കി സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും എല്ലാവരും സോഷ്യൽ സർവീസ് അല്ലേ ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് എന്തുകൊണ്ട് ഡോക്ടേഴ്സിനും ഡെന്റിസ്റ്റിനും മെഡിക്കൽ ഓഫീസേഴ്സിനും കൊടുക്കാൻ ആർക്കും തോന്നുന്നില്ല? അതെന്താ ഇത്ര പ്രശ്നമായിട്ട് ഇവിടെ വരുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഓക്കെ, പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരാണെങ്കിലും പെയ്ഡ് തന്നെയല്ലേ? എല്ലാവരും ഫ്രീ ആയിട്ടാണോ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പെയ്ഡ് ആയിട്ട് സർവീസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓരോ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഓക്കെ, എല്ലാ ജോബിനും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് നമ്മളിപ്പം ഓരോ പോസ്റ്റിനും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ മേലുദ്യോഗസ്ഥരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി പൊസിഷൻ ദേ ആർ ഇൻ. അല്ലാതെ നമ്മളെ മേലുദ്യോഗസ്ഥർ ഇപ്പം നമുക്ക് പേഴ്സണലി ഇഷ്ടം ഉണ്ടാവണം എന്നില്ല, അല്ലേ? നമുക്ക് വലിയ ലൈക്ക് ഉണ്ടാവും, നമുക്ക് റെസ്പെക്ട് ആവും, നമ്മളെ മൈൻഡിലൊക്കെ നമ്മളെ പേഴ്സണാലിറ്റി. പക്ഷെ അത് നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുമോ? നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ നമ്മൾ പറയുമോ നമ്മൾ മേലുദ്യോഗസ്ഥരോട്? ഇല്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി ഡിഗ്നിറ്റി ഓഫ് ദാറ്റ് പൊസിഷൻ. അതേ ഇവിടെ പറയുന്നുള്ളൂ. ആ ഡിഗ്നിറ്റി ഓഫ് ദി പ്രൊഫഷൻ എന്തുകൊണ്ട് ഡോക്ടേഴ്സിനും ഡെന്റിസ്റ്റിനും ഒന്നും തരാൻ ആരും റെഡിയല്ല? അതെന്താ? ആ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ കാണാം, ഫുൾ ഓഫ് റിബൽസ് എഗെയിൻസ്റ്റ് ദി ഡോക്ടേഴ്സ്, എഗെയിൻസ്റ്റ് ദി മെഡിക്കൽ ഫീൽഡ്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് ദി പീപ്പിൾ സീങ്, ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഒരു കോവിഡ് സമയത്ത് ഒരു 2 years ബാക്ക് അല്ലെങ്കിൽ 3 to 4 years ബാക്ക് നിങ്ങളൊക്കെ ഡോക്ടേഴ്സിനെയും ഡെന്റിസ്റ്റിനെയും ഹീറോസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാരും, അല്ലേ? എന്താ അത്രയും അവരുടെ സ്വന്തം ലൈഫ് റിസ്ക് എടുത്തിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ ഹീറോസ്. ഇപ്പം ബാക്കി എല്ലാ ജോബും പോലെ യൂഷ്വൽ ജോബ്, ഇറ്റ് ഇസ് ദി സെയിം ആസ് എവറിത്തിങ്. പിന്നെ പല കമന്റ്സിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ ഇത്ര ഗ്ലോറിഫൈ ചെയ്യാൻ മാത്രം ഉള്ളത്? ബിക്കോസ് ബാക്കി കോഴ്സസ് എന്താ അപ്പോൾ ടഫ് അല്ലേ? ഇത് മാത്രമാണോ ഇത്ര വലിയ സംഭവം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബാക്കി കോഴ്സസ് ഒന്നും ഇത്ര കോമ്പറ്റീഷൻ വരുന്നില്ല? എന്തുകൊണ്ടാണ് ബാക്കി കോഴ്സസിൽ ഇത്ര കോമ്പറ്റീഷൻ, ഇത്ര ബുദ്ധിമുട്ടും ഇത്ര ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ബുദ്ധിമുട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഇതിന്റെ ഡിഫിക്കൽട്ടി കാരണം മാത്രമാണ്. ഓക്കെ, ഇതിൽ ഇറങ്ങിയവർക്കേ ഇതിന്റെ ഡിഫിക്കൽട്ടി അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാര്യം, റെസ്പെക്ട് ഷുഡ് നോട്ട് ബി ആസ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഏൺഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആരും ഇവിടെ എല്ലാവരും നമ്മുടെ കാലിൽ വീഴണമെന്നോ തലയിലെടുത്ത് വെക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഒരു വിലയില്ലേ? അതായത് ഈ ചെയ്യുന്ന വർക്കിനും കാര്യങ്ങൾക്കുമുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുക, അത്രേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടറാണെന്ന് വെച്ച് നിങ്ങൾ നമ്മളെ തലയിലെടുത്ത് വെക്കണം, നിങ്ങൾ കാല് കൈക്കി തരണം എന്നൊന്നും ഇവിടെ ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
അതൊന്നും ഇവിടെ വരുന്നേ ഇല്ലായിരുന്നു. ബിക്കോസ് ആ കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് ഇത്രയൊക്കെ ടോക്സിക് മെന്റാലിറ്റീസ് ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുള്ളത്. എല്ലാ ജോബിനും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ട്, ഇല്ല എന്നല്ല. ഇവിടെ ആരും ഒരു ജോബിനെയും താത്തി കെട്ടുന്ന റെസ്പെക്ട് ചെയ്യുകയും ഇല്ല. ഓക്കെ, ഞാൻ ഇത് സംസാരിക്കുന്നത് ബിക്കോസ് ഐ ആം ഇൻ ദിസ് ഫീൽഡ്. ഓക്കെ, എനിക്ക് ഈ ഫീൽഡിൽ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ഫീൽഡിലുള്ള ആൾക്കാരെ അവർ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പറയണം. ഓക്കെ, എനിക്ക് എന്റെ ഫീൽഡിന്റെ വോയിസ് ആവാനേ എനിക്ക് പറ്റുള്ളൂ. ബിക്കോസ് ആ ഡിഫിക്കൽട്ടീസ് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാവരും ഇപ്പൊ കമന്റ്സിലുണ്ട്, ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്ത് ഇത്ര പ്രശ്നം. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം. ദാറ്റ് ഇസ് നോട്ട് അവർ പ്രോബ്ലം ദാറ്റ് വി ആർ റിയാക്ടിങ്. നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനുള്ള വോയിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. നിങ്ങൾക്കും ചോദിക്കാം, നിങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ആരുടെ അണ്ടറിൽ ഓവർ വർക്ക്ഡായി അണ്ടർപെയ്ഡായി നിൽക്കണം എന്ന് ആരും ഇവിടെ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വോയിസ് ഉയർത്തി ചോദിക്കണം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അത് കുറച്ച് ആൾക്കാർ ഇവിടെ ചെയ്യുമ്പോൾ അവർ അടിച്ചമർത്താൻ ശ്രമിക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എടുക്കുന്ന എഫേർട്സിനും ചെയ്യുന്ന വർക്കിനും ഉള്ള ഒരു ബേസിക്, ഒരു ഡീസെന്റ് ആയിട്ടുള്ള പേ മാത്രമേ ഇവിടെ എല്ലാ ഡോക്ടേഴ്സും ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ആരും ലക്ഷങ്ങളും കോടികളും ആണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഓക്കെ, ചെയ്യുന്ന വർക്കിനുള്ളത് നമുക്ക് വേണം, അത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, ദാറ്റ്സ് അവർ റൈറ്റ്. അത് നിങ്ങളുടെ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം, ദാറ്റ് ഇസ് യുവർ റൈറ്റ് ടു. സോ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ അടിച്ചമർത്താതിരിക്കുക. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. സോ ദാറ്റ്സ് ഓൾ.